നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രേയ ജോസ്. പ്രധാന വാർത്തകൾ. നിയമസഭയിൽ LDF MLA-മാർക്ക് നേരെ ആക്രമം. പ്രതിഷേധം വ്യാപകം. സംസ്ഥാനത്ത് ശനിയാഴ്ച ഹർത്താലിന് ആഹ്വാനം. ഭൂരിപക്ഷമുള്ളവൻ കാര്യക്കാരൻ. ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയിൽ ഭരണഘടനാപരമായി ബജറ്റ് അവതരിപ്പിക്കേണ്ട ധനമന്ത്രിയെ അതിന് അനുവദിക്കില്ലെന്നത് പൊതുസമൂഹം അംഗീകരിക്കില്ലെന്ന് കേരള കോൺഗ്രസ് എം. മലയാളം മറക്കുന്ന മലയാളികൾ. ഭരണഭാഷയും സംസാര ഭാഷയും ഔദ്യോഗിക ഭാഷയും മലയാളമാക്കിയിട്ടും മലയാളം സംസാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിഴയിടുന്ന നാടായി കേരളം മാറിയെന്ന് രഞ്ജി പണിക്കർ. വാർത്തകൾ വിശദമായി. KM മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്കകത്ത് പ്രതിഷേധിച്ച ഇടതുപക്ഷ MLA-മാരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് LDF-ന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. TB റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം പെരുന്ന 2-ാം നമ്പർ ബസ് സ്റ്റാൻഡ്, സെൻട്രൽ ജംഗ്ഷൻ, വാഴൂർ റോഡ് ചുറ്റി KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം LDF ജില്ലാ കൺവീനർ പ്രൊഫസർ MD ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AV റസൽ, നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, ഏരിയ സെക്രട്ടറി KC ജോസഫ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം N ജയപ്രകാശ്, മണ്ഡലം സെക്രട്ടറി KT തോമസ്, VK സുനിൽകുമാർ, KD സുഗതൻ, TS നിസ്താർ, PA നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. CPIM രാമഗിരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. രാമഗിരി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം PHD ഗ്രൗണ്ടിൽ സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം R രാജേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P പ്രസന്നൻ, LC മെമ്പർമാരായ CP ബ്രീവൻ, R കിഷോർ കുമാർ, DYFI ഏരിയ സെക്രട്ടറി AS അജിത് തുടങ്ങിയവർ സംസാരിച്ചു. ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയിൽ ഭൂരിപക്ഷമുള്ള ധനകാര്യമന്ത്രി ഭരണഘടനാപരമായി ബജറ്റ് അവതരിപ്പിക്കും. എന്നാൽ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാവില്ലെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രാഹിം. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു യുദ്ധാകാലാടിസ്ഥാനത്തിലുള്ള ജനക്കൂട്ടങ്ങൾ നടത്തുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല. ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭയിലെ ഭൂരിപക്ഷമുള്ള ഒരു ധനകാര്യമന്ത്രി ഭരണഘടനാപരമായി അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാടമ്പിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആ മാടമ്പിത്തരത്തിന് അതിന് തിട്ടൂരം പാടുവാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറല്ല എന്ന് ഇന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ സമയത്ത് കൃത്യം 9 മണിക്ക് UDF സർക്കാരുണ്ടെങ്കിൽ KM മാണി അതിന്റെ ധനകാര്യമന്ത്രിയാണെങ്കിൽ മാർച്ച് 13-ാം തീയതി രാവിലെ 9 മണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ 9 മണിക്ക് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ആ ചരിത്രം തിരുത്തിയിട്ടുള്ള KM മാണി സാറിന് കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാന് ഈ കുട്ടനാട്ടിലെ കേരള കോൺഗ്രസുകാരുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുകയാണ്. 13ാം നിയമസഭയുടെ 13ാം സമ്മേളനത്തിൽ വെച്ച് മാർച്ച് 13-ാം തീയതി KM മാണി തന്റെ 13ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ ജോസ് കോയിപ്പള്ളി, തോമസ് ജോസഫ് ഇല്ലിക്കൽ, സാബു തോട്ടുങ്ങൽ, ജോപ്പൻ ജോയ് വാരിക്കാട്, ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ധനകാര്യമന്ത്രി KM മാണിക്ക് അഭിവാദ്യം അർപ്പിച്ച് കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രാമഗിരിയിൽ പ്രകടനവും നടത്തി. കഴിഞ്ഞ അരനൂറ്റാണ്ടായി വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ സംസ്കാര സമ്പന്നമായ ഒരു കാലഘട്ടത്തിന്റെ തിരിശേഷിപ്പുകളെ നിശേഷം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ. ഭരണഭാഷയും സംസാര ഭാഷയും ഔദ്യോഗിക ഭാഷയും മലയാളമാക്കിയിട്ടും സ്കൂളിന്റെ മതിൽക്കെട്ടിനുള്ളിൽ സ്വന്തം മാതൃഭാഷ സംസാരിച്ചാൽ പിഴ ഈടാക്കുന്ന പ്രവണതയാണ് സ്വകാര്യ സ്കൂളുകൾ സ്വീകരിക്കുന്നതെന്നും രഞ്ജി പണിക്കർ പറഞ്ഞു. നെടുമുടി ഗവൺമെന്റ് LP സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷങ്ങൾക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
എഴുത്തുപുരകളിൽ നിന്നും കളരിയിൽ നിന്നും ഒരു സംസ്കാരത്തോടൊപ്പം മലയാളി ആർജിച്ചെടുത്ത ഹരിശ്രീയെ പുതിയ ഭാഷയുടെ അധിനിവേശം നശിപ്പിച്ചു. ഇംഗ്ലീഷ് പഠിച്ചാലേ ജീവിക്കുവാൻ കൊള്ളാവുന്ന വ്യക്തിയായി മാറൂ എന്ന വികല സങ്കലനമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾ, പള്ളിക്കൂടങ്ങൾ ഇല്ലാതാകുമ്പോൾ ഇല്ലാതാവുന്നത് ഭാഷയും സംസ്കാരവുമാണ്. മാതൃഭാഷയുടെ വംശനാശമാണിതെന്നും രഞ്ജി പണിക്കർ കൂട്ടിച്ചേർത്തു. നമ്മുടെ ഭരണഭാഷ മലയാളമാക്കിയിട്ടുണ്ട്. ഔദ്യോഗികമായി മലയാളം ക്ലാസിക്കൽ ഭാഷകളുടെ ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സ്കൂളിന്റെ മതിൽക്കെട്ടിനുള്ളിൽ സ്വന്തം ഭാഷ സംസാരിച്ചാൽ, മാതൃഭാഷ സംസാരിച്ചാൽ, മലയാളം സംസാരിച്ചാൽ പിഴ ഈടാക്കുന്ന സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തോട്, നമ്മുടെ പഴയ കളരികളിൽ നിന്ന് ഹരിശ്രീയുടെ ആദ്യാക്ഷരത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പതുക്കെ ഉരുത്തിരിഞ്ഞു വന്ന, കളരികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സാധാരണ പള്ളിക്കൂടങ്ങളിൽ ഒക്കെ സംഭവിച്ചത് പുതിയ ഭാഷയുടെ അധിനിവേശം. ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് പഠിച്ചാലാണ് ജീവിക്കാൻ കൊള്ളാവുന്നവനായി ഒരു വിദ്യാർത്ഥി മാറുന്നത് എന്ന വികലമായ സങ്കല്പത്തിന്റെ ഒരു കടന്നുകയറ്റം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ ദശാബ്ദങ്ങളിലുണ്ടായി. അതിന്റെ ദുരന്തഫലമാണ് ഇതുപോലെയുള്ള ഗ്രാമീണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പള്ളിക്കൂടങ്ങൾ ഇല്ലാതായി പോകുമ്പോൾ നമുക്കില്ലാതായി പോകുന്നത് നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയുമാണ്. PTA പ്രസിഡന്റ് PG അജയകുമാർ അധ്യക്ഷനായി. നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രത്നമ്മ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. ഉഷാകുമാരി, ബിനു വി ചന്ദ്രൻ, അധ്യാപികമാരായ KP രാഗിണി, മിനി തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് 99ാം വാർഷിക സമ്മേളനവും അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന പ്രഥമ അധ്യാപിക ML വസന്തകുമാരിക്ക് യാത്രയയപ്പും നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നെൽവയലുകൾ മണ്ണിട്ട് നികത്തുന്നത് കേരളത്തെ ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്ന് ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതി നായകൻ കുമ്മനം രാജശേഖരൻ. തായങ്കരിയിൽ അനധികൃതമായി നികത്തിയ നെൽവയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. വീട് വെക്കാൻ എന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലം മണ്ണിട്ട് നികത്താൻ വാങ്ങുക, അങ്ങനെ വീട് വെക്കുന്നതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും മണ്ണിട്ട് നികത്തുക, ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു വിരാമം ഇട്ടേ മതിയാവും. സുപ്രീം കോടതി 2 ദിവസങ്ങൾക്ക് മുമ്പ് വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, പാടങ്ങൾ നികത്തി എന്നുള്ളത് കൊണ്ട് അത് കരഭൂമിയാവില്ല. അതിൻ്റെ അർത്ഥം പാടങ്ങൾ നികത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് കൃഷിഭൂമിയാണ്, കൃഷി ചെയ്യണം. ഇവിടെ ഒരിക്കലും കൃഷി ചെയ്യാൻ സാധ്യമല്ല എന്നും അത് വലിയൊരു നഷ്ടമാണ് എന്നുമൊക്കെയുള്ള കുപ്രചരണങ്ങൾ നടത്തി വാസ്തവ വിരുദ്ധമായ രീതിയിൽ ഇതിനെയൊക്കെ കൃഷിയെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു പ്രതിഭാസം ഇന്ന് കേരളത്തിലുണ്ട്. സുപ്രീം കോടതി പോലും വയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നെൽവയലുകൾ കൃഷിക്ക് അനുയോജ്യമല്ലെന്ന് വരുത്തി തീർത്ത് നികത്തി കരഭൂമിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടനാട്ടിൽ നടക്കുന്നത്. കാർഷിക സംസ്കൃതിയാണ് കേരളത്തിന്റെ മുഖമുദ്രയെന്നും തണ്ണീർത്തടങ്ങളും നെൽവയലുകളും മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചാൽ ശക്തമായി ചെറുക്കുമെന്നും കുമ്മനം പറഞ്ഞു. ഈ നെല്ലറയെ ഒന്നാകെ തന്നെ വികലമാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ പിന്നിൽ വലിയ ഭൂമാഫിയകളുണ്ട്. അവരെ തിരിച്ചറിയണം, അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇവിടെ സബ് കളക്ടർ സ്വീകരിച്ച നടപടികൾക്കെല്ലാ പ്രകൃതി സ്നേഹികളും കർഷകരും കാർഷിക സംസ്കൃതി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും, പ്രകൃതിയെ സ്നേഹിക്കുന്നവരെല്ലാവരും കലവറയില്ലാത്ത പിന്തുണ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ ഇനി അവശേഷിക്കുന്ന മണ്ണ് കൂടി നീക്കം ചെയ്ത് കേരളത്തിൽ യശസ് ഉയർത്തിപ്പിടിക്കണം. കേരളം ഒരു കാർഷിക സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സ്വയം പര്യാപ്തയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ മുന്നിൽ ചങ്കൂറ്റത്തോടുകൂടി നട്ടിൽ നിവർന്നു നിന്നുകൊണ്ട് ധീരമായ നടപടി സ്വീകരിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ടാകട്ടെ എന്ന് മാത്രമാണ്. സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർ വളർന്നു വരുമ്പോൾ എലികളും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചവർ പുലികളുമായിരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി. സമൂഹത്തിലെ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുവാൻ, മറ്റുള്ളവരുടെ ദുഃഖം കാണുവാൻ, എല്ലാവരും നന്നായി തീരണമെന്ന് ചിന്തിക്കുവാൻ, സ്വാർത്ഥതയില്ലാത്ത ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്കേ സാധിക്കും.
ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ അനാദായകരമായ സ്കൂളുകൾ പൂട്ടുക എന്നതാണ് സർക്കാർ നയം. സ്കൂളുകൾ എന്താ ഫാക്ടറിയാണോ? സ്കൂളുകളിൽ നടക്കുന്നത് വിദ്യാഭ്യാസ കച്ചവടമാണോ എന്നും പ്രതിഭഹാരി ചോദിച്ചു. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് എന്താ? ഭരണഘടനയും മൂല്യങ്ങളും ആദർശങ്ങളും ഒക്കെ വലുതാ മലയാളത്തിൽ. പക്ഷെ ഭരണഘടന പറയുന്നത് എന്താ? ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും സൗജന്യമായും നിർബന്ധിതമായും സാർവത്രികമായും വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ്. അതൊക്കെ ഭരണഘടന പറയാം. അതൊക്കെ നമ്മുടെ തലയുടെ അടിയിരിക്കും. ഞങ്ങളുടെ കൊച്ചു കാശ് കൊടുത്തേ പഠിക്കത്തുള്ളൂ അല്ലേ? ഇത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഇപ്പൊ ഒരു വാചകമുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, മാതാപിതാക്കൾ അനാദായകരമായ സ്കൂൾ പൂട്ടിയതല്ലേ ടീച്ചർമാർ എപ്പോഴും കേൾക്കുന്നത്. എന്ത് സ്കൂളിൽ എന്തെങ്കിലും ബിസിനസ് നടക്കുന്നത്? ഫാക്ടറിയിൽ സാധാരണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. സ്കൂൾ അനാദായകരമായതുകൊണ്ട് കേരളത്തില് 5000 സ്കൂൾ പൂട്ടിയത്. എന്താ അനാദായകരം? സ്കൂളിലെ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ കച്ചവടമാണ് നടക്കുന്നത്. സ്കൂളില് അടുത്ത തലമുറയെ സൃഷ്ടിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് സംസ്കാര സമ്പന്നരായി ഈ പൊതുസമൂഹത്തിലേക്ക് കുറെ പേരെ പുറത്തേക്ക് വിടുന്ന വലിയൊരു പ്രക്രിയയാണ് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അത്തരം സ്കൂളുകളിൽ പിള്ളേരില്ല എന്ന് പറഞ്ഞിട്ട് അടച്ചുപൂട്ടുന്ന ഒരു പ്രശ്നം നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അതാണ് നമ്മളെല്ലാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കൈനകരി കുട്ടമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പ്രദർശനത്തിന്റെയും സ്കൂൾ വാർഷികത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിഭ. കൈനകരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സുധിമോൻ അധ്യക്ഷനായി. SMC ചെയർമാൻ KA പ്രമോദ്, പ്രഥമാധ്യാപിക KR മോളിക്കുട്ടി, വിദ്യാഭ്യാസ ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ സുനിൽ P. പത്മനാഭൻ, അധ്യാപകൻ TT തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നിയമസഭയിൽ പ്രതിപക്ഷ MLA-മാർക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കും. മെയ് മാസം 8 മുതൽ 24 വരെയാണ് സമ്മേളനം നടക്കുക. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സ്വാഗത സംഘ രൂപീകരണം നടന്നു. ആലപ്പുഴ ചടയമൂരി ഹാളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ സമ്മേളനം AIMSS സംസ്ഥാന സെക്രട്ടറി ഷെല്ല K. ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ സമ്മേളനത്തിന് പിന്തുണയുമായി സ്ത്രീകളെ പോലെ തന്നെ അത്രയും തന്നെ എണ്ണത്തിൽ പുരുഷന്മാർ ഇവിടെ നമ്മുടെ ഈ സ്വാഗത സംഘത്തിൽ അംഗങ്ങളാകുവാനും
അതിന്റെ നേതൃത്വം വഹിക്കുവാനും ഒക്കെ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് ഒരു വനിതകളുടെ മാത്രം പ്രശ്നം, അങ്ങനെ വേറിട്ട് കാണുന്നവരല്ല, മറിച്ച് ഇത് നമ്മുടെ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമ്മേളനമാണ്. സമ്മേളനത്തിന് ഔപചാരികമായി ചില ചിട്ടവട്ടങ്ങളുണ്ട്. പക്ഷെ ആ ചിട്ടവട്ടങ്ങൾ മാത്രം പൂർത്തീകരിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ ഒരു ചലനം സൃഷ്ടിക്കുക, ഗൗരവതരങ്ങളായ കുറെ ചർച്ചകൾ, നമ്മൾ ഇന്ന് നോക്കിക്കാണേണ്ടുന്ന പരിഹാരം കണ്ടെത്തുന്ന ചില വിഷയങ്ങൾ സമൂഹത്തെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുവാനും സമൂഹത്തെ ആ പ്രവർത്തനത്തിന്റെ ഒരു പന്ഥാവിലേക്ക് നയിക്കുവാനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സൗഭാഗ്യകുമാരി അധ്യക്ഷയായി. അഡ്വക്കേറ്റ് മാത്യു വേലങ്ങാടൻ, മിനി കെ ഫിലിപ്പ്, നന്ദനൻ വലിയപറമ്പിൽ, അഡ്വക്കേറ്റ് എം എ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാല രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ആരോഗ്യ സന്ദേശയാത്ര ഈ മാസം 15 മുതൽ 19 വരെ ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും. ആലപ്പുഴയിൽ 20 കേന്ദ്രങ്ങളിലാണ് പര്യടനം നടത്തുകയെന്ന് ഡെപ്യൂട്ടി DMO ജേക്കബ് വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15-ന് രാവിലെ 10-ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിക്ക് മുന്നോടിയായി ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 19-ന് ചെങ്ങന്നൂരിൽ സന്ദേശയാത്ര സമാപിക്കും. ഞങ്ങളുടെ ഒരു നിരീക്ഷണമാണ്, അത്രയും ഒരു വ്യാപനത്തിൽ ആലപ്പുഴ ജില്ലയെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. ഇമ്മ്യൂണിറ്റി കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് 2-3 വർഷങ്ങളിൽ അടുപ്പിച്ച് വന്ന് ധാരാളം ആളുകളിലും ആ രോഗത്തിനെതിരെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രത്യേക വൈറസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതിന് തന്നെ രൂപം മാറ്റി സ്വഭാവം മാറ്റാൻ സാധ്യതയുള്ളതാണ്. ഒരു വലിയ ചേഞ്ചോടുകൂടി അത് പിന്നെയും വരികയാണെങ്കിൽ നമുക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ പഴയതിൻ്റെ ഒരു ചെറിയ വ്യതിയാനത്തിൽ മാത്രം വന്നതായതുകൊണ്ടാണ് അത്ര പ്രശ്നമില്ലാത്ത രീതിയിൽ അത് ഇവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ അത് കുഴപ്പമുള്ള രീതിയിലൊന്നും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഡോക്ടർമാരായ രാജേന്ദ്രകുമാർ, രാജേഷ്, ശ്രീലത തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. LDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സിവിൽ സ്റ്റേഷനുകൾ ഉപരോധിച്ചു. അഴിമതി ആരോപണ വിധേയനായ KM മാണി ബജറ്റ് അവതരിപ്പിക്കാതെ രാജിവെക്കാൻ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. കുട്ടനാട്ടിൽ താലൂക്ക് ഓഫീസ് പടിക്കൽ നടന്ന ഉപരോധ സമരം NCP ജില്ലാ പ്രസിഡന്റ് ജോസ് കാവനാട് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ അഴിമതിയുടെ കൂമ്പാരങ്ങളാണ്. നമുക്കറിയാം, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ട്. സെക്രട്ടേറിയറ്റിൽ ചെന്നാൽ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിൽ ധാരാളം പ്രവർത്തകരും നിവേദകരും എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ലീഗിന്റെ 5 മന്ത്രിമാരുടെ ഓഫീസിലെ കാര്യങ്ങൾ നടത്തുന്നുവെങ്കിൽ ഒരു പ്രത്യേക ഏജന്റിനെ വെച്ചിരിക്കുകയാണ്. കാര്യം സാധിക്കേണ്ടവർ ഏജന്റിനെ കണ്ടാൽ ഏജന്റ് ഫയൽ തീർക്കുകയും ഏജന്റ് പറയുന്ന പണം കൊടുത്താൽ കാര്യം സാധിച്ചവന്റെ വീട്ടിലെത്തിക്കുകയും ചെയ്യും. CPI ജില്ലാ കമ്മിറ്റി അംഗം K ഗോപിനാഥൻ അധ്യക്ഷനായി. KK അശോകൻ, D ലക്ഷ്മണൻ, അഡ്വക്കേറ്റ് ജോയ്ക്കുട്ടി ജോസ്, KD മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ഉപരോധം CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R നാസർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി PK സോമൻ, ഹർഷകുമാർ, KD മനോഹരൻ, UB അശോകൻ, N സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. എപ്പോൾ എവിടെ എങ്ങനെ വെച്ച് എങ്ങനെ കാശ് കൊടുത്തു, എന്തിനൊക്കെ കാശ് കൊടുത്തു, ആരൊക്കെ ഉണ്ടായിരുന്നു, ഈ വ്യക്തമായി തെളിവുകൾ ഹാജരാക്കി. ആ തെളിവുകൾ ഹാജരാക്കിയപ്പോഴാണ് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസാണ് രജിസ്റ്റർ ചെയ്തത്. സ്വാഭാവികമായി അങ്ങനെ ഒരാൾ എങ്ങനെയാണ് കേരളത്തിലെ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുക? ആ അഴിമതി ആരോപണം അവിടെ കൊണ്ട് അവസാനിച്ചു. ആ അഴിമതി ആരോപണങ്ങൾ വെളിച്ചത്ത് വന്നതിന് ശേഷമാണ് വേറെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അതിനുശേഷമാണ് മാണിയുടെ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രമുണ്ട് എന്ന് വെളിച്ചത്ത് വന്നത്. ആ നോട്ട് എണ്ണുന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അഴിമതി പ്രവർത്തനം കൃത്യമായി എണ്ണാറുണ്ട് എന്നുള്ള വിവരങ്ങൾ വെളിയിൽ വന്നു. ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി താലൂക്ക് ഓഫീസും ഉപരോധിച്ചു. പുലർച്ചെ ആരംഭിച്ച ഉപരോധ സമരത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഉപരോധ സമരം LDF ജില്ലാ കൺവീനർ പ്രൊഫസർ MT ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UR ഭാസ്കരൻ, AV റസൽ, KT തോമസ്, KC ജോസഫ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ചിത്തിരക്കായലിലെ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ അറിയിച്ചു. റാണി ചിത്തിരക്കായലിന്റെ കൊയ്ത്ത് ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച 2 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നതായിരിക്കും. നവംബറിൽ വിള
ഇറക്കിയത് വളരെ റെക്കോർഡ് വളരെ നല്ല ഈൽഡോട് കൂടി ആണിപ്പോൾ 15 നമ്മൾ കൊയ്ത്ത് നടത്തുന്നത്. ഏകദേശം 600-700 മെട്രിക് ടണ്ണാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വിളയിൽ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ബാക്കിയുള്ള ഏകദേശം നമ്മൾ 325 ഹെക്ടർ സ്ഥലമാണ് ബാക്കിയുള്ളത്. അതിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞു. അടുത്ത സീസണിൽ നമ്മൾ ചിത്രക്കായലിലുള്ള കംപ്ലീറ്റ് കൃഷിയും ഇറക്കുന്നതായിരിക്കും. മന്ത്രി കെ പി മോഹൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എംപിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, കെ സി വേണുഗോപാൽ എന്നിവർ പങ്കെടുക്കും. 2 പതിറ്റാണ്ടായി കൃഷി മുടങ്ങിക്കിടന്നിരുന്ന ചിത്തരംകായൽ നിലത്ത് കൃഷി ഇറക്കാൻ മുന്നിട്ടിറങ്ങിയ കർഷകൻ ജോസ് ജോൺ വെങ്ങാന്തരയെ ചടങ്ങിൽ കുട്ടനാട് MLA ആദരിക്കുമെന്ന് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ സ്വീകരണം നൽകി. തൊഴിലുറപ്പ് നിയമം സംരക്ഷിക്കുക, കൂലി 320 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പരിമിതപ്പെടുത്തരുത്, കൃഷി പരമ്പരാഗത തൊഴിൽ മേഖലകൾ, ക്ഷീര കർഷക മേഖല എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, കൂലി കുടിശ്ശിക അടിയന്തരമായി നൽകുക, തൊഴിൽ സമയം കുറയ്ക്കുക, തൊഴിലാളികൾക്ക് സമഗ്ര ഇൻഷുറൻസും ക്ഷേമനിധിയും ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജാഥയ്ക്ക് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ജംഗ്ഷനിൽ സ്വീകരണം നൽകി. NREGW സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ നയിക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ജംഗ്ഷനിൽ സ്വീകരണം നൽകിയ ജാഥയിൽ NREGW സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പുഷ്പലത മധു, സംസ്ഥാന കമ്മിറ്റി അംഗം TK ഭാസുരാദേവി എന്നിവർ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ MV ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. നിങ്ങളുടെ ദാരിദ്ര്യ ലഘൂകരണത്തിന് ആവശ്യമായ മൃഗസഞ്ജീവനിയാണ് യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതി. ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ സംസ്ഥാനത്ത് 72 ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ഇത് ഞങ്ങൾ നിന്ന് പറിച്ചു മാറ്റിയാൽ തീവരുന്നാൽ നിങ്ങളെ വിടില്ല എന്ന് പറഞ്ഞ് ഉച്ചസ്ഥരം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമരരംഗത്തേക്ക് വരുന്ന അനുഭവം നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തൊഴിലുറപ്പ് പദ്ധതി പറിച്ചെടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AV റസൽ, നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, CPIM ഏരിയ സെക്രട്ടറി KC ജോസഫ്, S ഷാജി, അഡ്വക്കേറ്റ് ഷീജ അനിൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരിയിലെ സ്വീകരണത്തിനു ശേഷം ജാഥ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു. കുട്ടനാട്ടിൽ നടന്ന സ്വീകരണത്തിൽ CPIM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ, S സുദേവൻ, തങ്കം ടീച്ചർ, R നാസർ, ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതിയിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. എടത്വ പള്ളിപ്പാലത്തിന് സമീപം നടന്ന യോഗം കുട്ടനാട് താലൂക്ക് പ്രസിഡന്റ് OV ആന്റണി ഉദ്ഘാടനം ചെയ്തു. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ പദ്ധതി നടപ്പാക്കിയാൽ കുട്ടനാടിനെ ഊഷരഭൂമിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സൂചന സമരം മാത്രമാണ് ഇവിടെ നടക്കുക. നമുക്കറിയാം, പമ്പ അച്ചൻകോവിൽ 6 എന്ന് പറയുമ്പോൾ വേനൽക്കാലത്ത് അത് വരണ്ട് വരട്ടാറായി മാറുന്ന സാഹചര്യം. ഇപ്പോൾ തന്നെ അറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള പമ്പാ നദിയുടെ കൈവഴിയിൽ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ പമ്പ വൈപ്പാർ നദി, പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദി സംയോഗത്തോടുകൂടി ഇവിടുത്തെ കാർഷിക മേഖല മാത്രമല്ല, ഇവിടുത്തെ മത്സ്യബന്ധന മേഖലയും ആകമാനം വളരെ വിപത്തിനെ നേരിടുകയാണ്. ഇത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയും അവഹേളനയുമാണ്. താലൂക്ക് സെക്രട്ടറി KN മാത്യു അധ്യക്ഷത വഹിച്ചു. KR ഗോപകുമാർ, ജോൺസൺ M പോൾ, ജോൺസൺ ഇടിക്കുള, PV ജോസഫ്, ജോഷി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ചരമ വാർത്തകൾ. മിത്രക്കരി കൊച്ചുപുരയ്ക്കൽ ജോമോൻ സേവ്യർ നിര്യാതനായി. 29 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 3 കിഴക്കേ മിത്രക്കരി തിരുക്കുടുംബ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭയിൽ LDF MLA-മാർക്ക് നേരെ ആക്രമം. പ്രതിഷേധം വ്യാപകം. സംസ്ഥാനത്ത് ശനിയാഴ്ച ഹർത്താലിന് ആഹ്വാനം.
ഭൂരിപക്ഷമുള്ളവൻ കാര്യക്കാരൻ. ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയിൽ ഭരണഘടനാപരമായി ബജറ്റ് അവതരിപ്പിക്കേണ്ട ധനമന്ത്രിയെ അതിന് അനുവദിക്കില്ലെന്നത് പൊതുസമൂഹം അംഗീകരിക്കില്ലെന്ന് കേരള കോൺഗ്രസ് എം. മലയാളം മറക്കുന്ന മലയാളികൾ. ഭരണഭാഷയും സംസാര ഭാഷയും ഔദ്യോഗിക ഭാഷയും മലയാളമാക്കിയിട്ടും മലയാളം സംസാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിഴയിടുന്ന നാടായി കേരളം മാറിയെന്ന് രഞ്ജി പണിക്കർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.